പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, പഴയ പല ഗ്രന്ഥങ്ങളിലും ബുബിഷി പോലുള്ള പല ഗ്രന്ഥങ്ങളിലും പല കാര്യങ്ങളിലും ഗുപ്തമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ഒരാൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ പല ഗ്രന്ഥങ്ങളുടെയും ഒരു പ്രശ്നം അവിടെയാണ്. കാരണം അതവർ ചെയ്തിരിക്കുന്നത് വേറൊരു തരത്തിലല്ല, അനാവശ്യ കാര്യങ്ങളിലേക്ക് പോവരുത് എന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രയോഗത്തിൻ്റെ പ്രായോഗിക സാധ്യത തേടുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ. ചെണ്ടയും മണിയും ഒരുമിച്ച് ശബ്ദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് ചെണ്ടയെക്കുറിച്ചോ മണിയെക്കുറിച്ചോ അല്ല, ആയോധന കലയിലെ ചില രഹസ്യങ്ങളെക്കുറിച്ചാണ്. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം ചെണ്ട എന്നുള്ളതും മണി എന്നുള്ള പ്രയോഗമാണ് വന്നിരിക്കുന്നത്. ആ പ്രയോഗം എങ്ങനെ ഇതിനകത്ത് ആക്കിയെടുക്കാമെന്നുള്ളത് ഗുരു തൻ്റെ പ്രധാനപ്പെട്ട പ്രിയ ശിഷ്യരിലേക്ക് മാത്രമാണ് അന്നത്തെ കാലത്ത് പറഞ്ഞു കൊടുത്തിരുന്നത്, വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നത്, അതും അതീവ രഹസ്യമായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എടുത്തൊരു പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആയോധന കലയുടെ ഡെപ്ത് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഡെപ്ത് മനസ്സിലാകുമ്പോൾ സാധാരണ ആയോധന കല എന്തു ചെയ്യുന്നു, അങ്ങനെ പഠിപ്പിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിലേക്കുള്ളൊരു വാതായനമായിരിക്കും ഈ വീഡിയോ. നേരെ വീഡിയോയിലേക്ക്. ചെണ്ടയും മണിയും ഒന്നിച്ച് ശബ്ദിക്കുന്നു. ചെണ്ട നമുക്കറിയാം, വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുക അല്ലേ? ഇങ്ങനെ വായിക്കുമ്പോൾ ഈ വടിയുടെ മേളം തരുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യാസം കണ്ടോ? മൂവ്മെൻറ്റ്സ് കണ്ടോ? ഇങ്ങനെ ആയിരിക്കും, ഫ്രീ ആയിട്ടായിരിക്കും. എന്നാൽ ബെല്ല് നമ്മളെങ്ങനെ അടിക്കുക? ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ശബ്ദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റും മനസ്സിലാകുന്നുണ്ട്, ഇതൊരു മൂവ്മെൻ്റാണ്. അപ്പോൾ നമുക്കത് വളയുന്നതായിട്ട് തോന്നില്ലേ, ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം, പിന്നെ അടിക്കുന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വടി മുറുക്ക പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. തെറ്റ്. ആയോധന കല അതിനുവേണ്ടി പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനല്ല ചെയ്യണത്, ഇത് ലൂസായിട്ട് വരണം, ലൂസായിട്ട് വരണം. അപ്പോൾ മണി എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ അടിക്കുന്ന ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കും അല്ലേ? അടി കിട്ടുന്ന ഭാഗം തകരും എന്നുള്ളതാണ് എൻ്റെ പ്രയോഗം. അപ്പോൾ ഇത് ലൂസായിരിക്കണം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടു പോകണമെന്നല്ല അർത്ഥം. ഈ ഭാഗം ഇവിടം ലൂസായിരിക്കണം. പിടി കിട്ടിയോ? ഇവിടെ ലൂസായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ലൂസാവുകയും ഇവിടെ കൊള്ളുന്ന സമയത്ത് മണിയിൽ കൊള്ളുന്ന മാതിരി പ്രയോഗത്തിൽ വരികയും വേണം. അപ്പോഴാണ് ആയ വരിക. ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ ലൂസ് നമ്മൾ പിടിക്കുമ്പോൾ കണ്ടോ, ലൂസാണ് ഇത്. ഇതാണ് ആയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ശബ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളുടെ കാര്യം തീരുമാനമാവും, ഒരു സംശയം വേണ്ട. ഇത് പക്ഷേ പ്രയോഗത്തിൽ എത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ കുറച്ചേറെ പ്രാക്ടീസുകളുണ്ട്. കൈ ഇങ്ങനെ വരാൻ വേണ്ടി ടെക്നിക്കലി കുറച്ച് പ്രാക്ടീസുകളുണ്ട്. അത് ഗുരുക്കന്മാർ നേരിട്ടാണ് പഠിക്കേണ്ടത്. ഇത് പ്രയോഗം എന്താണ് എന്ന് വാക്കുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിനെ വിശദമാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതൊരാർട്ടും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരുന്നതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, വളരെ രഹസ്യമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. അതായത് ഗർഭിണിയായൊരു കുഞ്ഞിൻ്റെ ഇതിൽ അമ്മയ്ക്കിട്ട് അടിച്ചാൽ കുട്ടി മരിക്കണമെന്നൊരു പ്രയോഗം അതീവ രഹസ്യമായി ഗുരുക്കന്മാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടിക്കഴിഞ്ഞാൽ സ്കിന്നിൽ പാട് വീഴരുത്, അകത്ത് ആഘാതമുണ്ടാകണമെന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അല്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞിനെ അമ്മയെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല അത് പ്രയോഗിക്കുന്നത്. അതായത് സ്കിന്നിൽ ടച്ച് ആകുന്നത് പുറമേ കാണാത്ത രീതിയിൽ അകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിയണം എന്ന് പറയാറുണ്ട്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഏറ്റവും സീക്രട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു അടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എവിടെ നിന്ന് വരുന്നെന്നോ കയറി അടിക്കുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനിട്ട് തട്ടാൻ പറ്റില്ല, അതാണൊരു പ്രശ്നം. തട്ടാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കിയേ, അടി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തുറന്ന് അടിക്കുകയല്ല ചെയ്യുന്നത്. തട്ടിക്ക് വെറുതെ തട്ടിക്ക്, ഇത് നമ്മൾ തുറന്നിട്ട് തട്ടാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ അടി ഉണ്ടോ? അപ്പോൾ കൈ എടുത്ത് തട്ടാൻ പറ്റുമോ? കാരണം അടി ഈ കൈയുടെ കൂട്ടിയിട്ടാണ് അടി ചെയ്യുന്നത്. അപ്പോൾ എടുത്താൽ ആ കൈ കൂട്ടി പോകും, അടി ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തട്ടുന്ന ഇത് ചെണ്ടയും ഈ കൊള്ളുന്നത് മണിയുമായിരിക്കും. ഓക്കെ, ചെണ്ടയും മണിയും. അപ്പോൾ ഈ കൈ ഒടിഞ്ഞ് നമ്മുടെ ഇവിടുന്ന് പ്രയോഗം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനെ തട്ടിയിട്ട് തിരിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ആ കയറുന്ന ആളിൻ്റെ കയറ്റത്ത് നമ്മൾ മുന്നേ കൂട്ടി കണ്ടറിയാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ കയറി അടിക്കുന്നത്.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ അടിക്കാൻ ഒരുങ്ങുമ്പോൾ അയാൾ തട്ടാനായിട്ട് കയറി വന്നുണ്ട്, ഇനി ഒരു ആയം കൊടുക്കുമ്പോൾ തട്ടാൻ കയറി വന്നു, നമുക്ക് എന്ത് ചെയ്യാം? ഇത് അടിച്ചൊടിക്കാം. വ്യക്തമായി മനസ്സിലായോ? അതായത് നമ്മൾ കയറുന്നുണ്ടോ, എന്താ വന്നു, നമ്മൾ ഇത് അടിച്ചൊടിക്കുക. അപ്പോൾ അവിടെ അടിക്കണം നിർബന്ധമില്ല. അപ്പോൾ അവിടെ ചെണ്ട കൊണ്ട് നമ്മൾ അടി നിർത്തി, കണ്ടോ? ഇനി കയറി വരില്ല. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാൻ പല മാർഗങ്ങളുണ്ട്, കണ്ടോ? ഓക്കെ, ഇവിടെ അടിച്ച് ഇവിടെ തട്ടി കഴിഞ്ഞാൽ കൈ ഒടിഞ്ഞ് നേരെ കണ്ടോ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ് വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു മേളത്തിനൊക്കെ നമ്മൾ കാണില്ലേ, ഒരുപാട് പേര് കൂടിയിട്ടൊരു മേളം തകർക്കണത്. അതേ തകർപ്പ് ആയോധനകലയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെക്നിക്കുകൾ പഠിക്കണം, അല്ലാതെ ഒരടിക്ക് ഒരു പ്രയോഗം ഇമ്പോസിബിൾ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.